അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി ബഅദ്. ഇതിനടുത്ത് പൊളിറ്റിക്കൽ റോൾ ആൻഡ് പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൺ അല്ലെ, സ്ത്രീ പങ്കാളിത്തവും അവരുടെ ഉത്തരവാദിത്വങ്ങളുമാണ് ഇനി അടുത്തത്. പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യാനുള്ള അവകാശം, റൈറ്റ് ടു വോട്ട്, പവർ ഷെയറിങ്, അധികാരത്തിൻ്റെ പങ്കിടൽ, മെമ്പർഷിപ്പ്, ക്യാമ്പയിന്, അറ്റൻഡിങ് പാർട്ടി മീറ്റിങ്ങുകളിലൊക്കെ എത്രത്തോളം പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഹോൾഡ് പൊസിഷൻ എത്ര ഹോൾഡ് ചെയ്യുന്നുണ്ട്, പിന്നെ എലക്ഷനുകളിൽ പോളിസി മേക്കിംഗ്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പോളിസി അത് മേക്ക് ചെയ്യുന്ന വിഷയത്തിലൊക്കെ അവരുടെ പങ്കാളിത്തം അതൊക്കെ ഉൾക്കൊള്ളിച്ചതാണ് എന്ത്, പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ. ഓക്കെ, ഓരോ വ്യക്തിക്കും എന്തുണ്ടാവും, സമൂഹത്തിനൊരു കോമൺ ഗോൾ ഉണ്ടാവും, പൊതു ലക്ഷ്യം ഉണ്ടാവും. ആ ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ഓരോ വ്യക്തികൾക്കും എന്തുണ്ടാവും, അതിൽ അവരുടേതായ റോളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഓരോ വ്യക്തികളും അവരുടേതായിട്ടുള്ള സാധനങ്ങൾക്ക് ഷെയർ ചെയ്ത് ഒരു കോമൺ ഗോൾ, പൊതു ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. സ്വാഭാവികമാണല്ലോ. അപ്പോൾ ഈ വ്യക്തികളിൽ നിന്ന് ഏറ്റവും നല്ല ഓക്കെ. പിന്നെ സോഷ്യൽ റിഫോമേഴ്സ് അല്ലേ, അതായത് രാജാറാം മോഹൻ റായ്, ബഹ്റാംജി മലബാരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സോഷ്യൽ റിഫോമേഴ്സ് ഉണ്ട്. ആ ഒരു റിഫോമേഴ്സ് എന്ന സാമൂഹികമായിട്ടുള്ള എല്ലാ സോഷ്യൽ എവിൾസ് എന്ന് പറയേണ്ടത് അതിൽ എഴുതിയിട്ടില്ല, അത് എറാഡിക്കേറ്റ് ചെയ്യണം, അതൊക്കെ ഒഴിവാക്കുക. പിന്നെ സ്ത്രീകൾക്കിടയിൽ കോൺഷ്യസ് അവബോധം ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവർക്കിടയിൽ ബോധം ഉണ്ടാക്കുക. പിന്നെ സ്ത്രീകൾ എന്താക്കുക, കൂടുതൽ എഡ്യൂക്കേറ്റ് ചെയ്യുക, ഇതൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. സോഷ്യൽ റിഫോമേഴ്സ് ഇതാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്രീ ഇൻഡിപെൻഡൻറ്റ് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ അല്ലേ. അപ്പോൾ ഇതിന് മുമ്പ് ഇൻഡിപെൻഡൻറ്റിന് മുമ്പ്, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലൊക്കെ വുമൺ അസോസിയേഷൻ, 3 വുമൺ അസോസിയേഷനുകൾ രൂപീകരിച്ചിട്ടുണ്ട്. വുമൺ അസോസിയേഷനുകളൊക്കെ രൂപീകരിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? വുമൻ്റെ വോട്ടവകാശത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ, വോട്ടവകാശങ്ങൾക്ക് വേണ്ടിയിട്ട്. അതിൽ 3 ഓർഗനൈസേഷൻ ഇതിൽ പറയുന്നുണ്ട്. വുമൺ ഇന്ത്യൻ അസോസിയേഷൻ എന്നതാണ് ഒന്നാമത്തത്. വുമൺ ഇന്ത്യൻ അസോസിയേഷൻ WIA, അവരുടെ പണി എന്താ? കോൺസെൻട്രേറ്റ് വർക്ക് ഓൺ റിലീജിയൻ എഡ്യൂക്കേഷൻ അല്ലേ. അപ്പോൾ റിലീജിയനിലും എഡ്യൂക്കേഷനിലൊക്കെ പണിയെടുത്തിട്ട് സ്ത്രീകൾക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ഉത്തരവാദിത്വം. ആനി ബെസൻ്റ് ആണ് അതിൻ്റെ ഫസ്റ്റ് പ്രസിഡന്റ്. നാഷണൽ കൗൺസിൽ ഓഫ് ഇന്ത്യ രണ്ടാമതാണ്. ഒന്നാമത്തത് വുമൺ ഇന്ത്യൻ അസോസിയേഷൻ, രണ്ടാമത്തത് നാഷണൽ കൗൺസിൽ ഓഫ് ഇന്ത്യ. അത് 1925 രൂപീകരിച്ചത്. ഓക്കെ, അപ്പോൾ ഇൻ്റർനാഷണൽ കൗൺസിലൊക്കെ ഒരു ബ്രാഞ്ചായിട്ടാണ് അത് വരുന്നത്. മൂന്നാമത് ഓൾ ഇന്ത്യ വുമൺ കോൺഫറൻസ് എന്നൊരു മൂന്നാമത്തെ സംഘടന. ഓലെ പണി എന്താണ്? വർക്ക് ഫോർ ഫീമെയിൽ എഡ്യൂക്കേഷൻ, സ്ത്രീകളുടെ വിദ്യാഭ്യാസമാണ് അവിടെ ഊന്നൽ. അതോടൊപ്പം തന്നെ കസ്റ്റമുകൾ, ആചാരങ്ങൾ, സാമൂഹിക ആചാരങ്ങൾ, അതിനെതിരെയൊക്കെ ശക്തമായിട്ട് നിലകൊണ്ട ആളുകളാണ്. പിന്നെ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെ മുടക്കണ എല്ലാ കാര്യങ്ങൾക്കെതിരെയും ശക്തമായി, ഉദാഹരണം മാരേജ് പോലെ, പിന്നെ ചൈൽഡ് മാരേജ് ഒക്കെ ഉണ്ടാവില്ല, മാരേജ് അല്ല ചൈൽഡ് മാരേജ് പോലെയുള്ള, ചൈൽഡ് പ്രഗ്നൻസി, ഏർലി പ്രഗ്നൻസി പോലെയുള്ള കാര്യങ്ങൾക്കെതിരെയൊക്കെ ശക്തമായിട്ട് നിലകൊണ്ട ടീമാണ് ആര്? ഓൾ ഇന്ത്യ വുമൺ കോൺഫറൻസ് എന്ന് പറയുന്നത്. ഇനി കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് എന്നാണ് അടുത്തത്. ഭരണഘടന ഈ ഒരു ജെൻഡർ പാരിറ്റിക്കും സ്ത്രീകളെ പൊളിറ്റിക്സിൽ പങ്കാളിത്തം ഉണ്ടാകാൻ വേണ്ടിയിട്ടൊക്കെ ഭരണഘടന എന്താ ചെയ്തത്? കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ജസ്റ്റിസ് അല്ലേ. എപ്പോഴും ഭരണഘടന നീതിയോടൊപ്പമാണ്, നീതി ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. സോഷ്യലി നീതി വേണം, എക്കണോമിക്കൽ, സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള നീതി വേണം. ലിബർട്ടി ഓഫ് തോട്ട്, ഈക്വാളിറ്റി അല്ലേ, ചിന്തിക്കാനുള്ള, സമത്വത്തിനുള്ള, അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പ് വരുന്നുണ്ട്. ഓക്കെ, ന്യൂട്രലൈസ് ഡിസ്അഡ്വാൻറ്റേജ് അല്ലേ, എന്തെങ്കിലും ഡിസ്അഡ്വാൻറ്റേജ് സോഷ്യലോ അല്ലെങ്കിൽ എക്കണോമിക്കലോ എഡ്യൂക്കേഷനിലോ സ്ത്രീകൾ അനുഭവിക്കുന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെ ന്യൂട്രലൈസ് ചെയ്യാൻ, ഇല്ലായ്മ ചെയ്യാൻ, പുരുഷൻ്റെതുമായിട്ടുള്ള തുല്യ പങ്കാളിത്തം കൊടുക്കാനൊക്കെ ഭരണഘടന ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. ഭരണഘടനയിൽ ആർട്ടിക്കിൾ 14 പറയുന്നത് ഈക്വാളിറ്റി ബിഫോർ ലോ. അപ്പോൾ സ്ത്രീ പുരുഷ വിവേചനം അല്ലാതെ എല്ലാവരും നിയമത്തിൻ്റെ മുന്നിൽ സമന്മാരാണ് എന്ന് ചിന്ത. ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ അല്ലേ, നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും തുല്യന്മാരാണ്. നിയമത്തിൻ്റെ തുല്യമായ സംരക്ഷണം എല്ലാവർക്കും ലഭിക്കും. 2, ഡിസ്ക്രിമിനേഷൻ പാടില്ല. അപ്പോൾ സെക്സിൻ്റെ പേരിൽ, അപ്പോൾ നേരെ പറയാണ്, ആണ് പെണ്ണ് ആയതിൻ്റെ പേരിൽ ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്ന് ഭരണഘടന പറയുന്നത് ആർട്ടിക്കിൾ 15. റിലീജിയൻ്റെ പേരിൽ ഡിസ്ക്രിമിനേഷൻ പാടില്ല. പിന്നെയോ
കാസ്റ്റ് അതിൻ്റെ പേരിലൊന്നും, അതുപോലെ കുറേ കുറച്ച് സാധനങ്ങൾ അതിലൊന്നും പേരിൽ ഒന്നിൻ്റെ പേരിലും വിവേചനം പാടില്ല. 3 റിലീജിയൻ, കാസ്റ്റ്, സെക്സ് ഒക്കെ ഉണ്ട്. 3 സ്പെഷ്യൽ പ്രൊവിഷൻസ് ഫോർ ചിൽഡ്രൻ ആൻഡ് പിന്നെ വുമൺ. പിന്നെ ആർട്ടിക്കിൾ 15(3) പറയേണ്ടത് എന്ത്, സ്പെഷ്യൽ പ്രത്യേക പരിഗണന സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ ഉണ്ട്. ഓക്കെ. ആർട്ടിക്കിൾ 16 ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി അല്ലേ, അതായത് തൊഴിലിടങ്ങളിലെ അവസരങ്ങളിലുള്ള സമത്വം. പിന്നെ അപ്പോൾ കാസ്റ്റിൻ്റെ പേരിൽ, റൈസിൻ്റെ പേരിൽ, സെക്സിൻ്റെ പേരിലൊക്കെ അതിൻ്റെ പേരിൽ മാത്രം തൊഴിലിടങ്ങളിൽ എന്താക്കാൻ പാടില്ല, പിന്നെ അവസരം നിഷേധിക്കാൻ പാടില്ല. ഓക്കെ. ആർട്ടിക്കിൾ 39 പറയുന്നത് അഡ്വക്കേറ്റ് മീൻസ് ഓഫ് ലിവ്ലി ഫോർ ഓൾ സിറ്റിസൺസ് അല്ലേ, എല്ലാ പൗരന്മാർക്കും മതിയായ ജീവിതോപാധി, ജീവിതത്തിലുള്ള വഴികൾ എന്താക്കണം, ഉറപ്പുവരുത്തണം എന്ന് ആർട്ടിക്കിൾ 39. അപ്പോൾ എല്ലാ പൗരന്മാർക്കും വേണം, സ്ത്രീകൾക്ക് വേണം, പുരുഷന് വേണം. പിന്നെ 39(b) പറയുന്നത് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് അല്ലെ, തുല്യ ജോലിക്ക് തുല്യ വേതനം. പിന്നെ ആർട്ടിക്കിൾ 39(c) പറയുന്നത് സെക്യൂറിങ് ഹെൽത്ത് ആൻഡ് സ്ട്രെങ്ത് ഓഫ് വർക്കേഴ്സ് അല്ലേ. അപ്പോൾ പിന്നെ അവരുടെ സ്ട്രെങ്ത്തും അവരുടെ ശക്തിയും അവരുടെ പിന്നെ ആരോഗ്യവും അതൊക്കെ എന്താക്കുക, സുരക്ഷിതമാക്കുക, ഉറപ്പുവരുത്തുക, അത് വർക്കേഴ്സിൻ്റെ. 42 പറയുന്നത് എന്താണ്, ഹ്യൂമൻ കണ്ടീഷൻ ടു വർക്ക് അല്ലേ, അതായത് ഒരു മാനവികമായിട്ടുള്ളൊരു പരിഗണന കൊടുക്കുക. ഉദാഹരണം ഈ മെറ്റേണിറ്റി, പ്രസവാവധി ഉണ്ടല്ലോ, ആ മെറ്റേണിറ്റി റിലീഫൊക്കെ കൊടുക്കുക. അപ്പോൾ മാനവികമായിട്ടുള്ള പരിഗണന കൊടുക്കണം എന്ന് ആർട്ടിക്കിൾ 42 പറയുന്നുണ്ട്. പിന്നെ 325, 326 പറയുന്നത് പൊളിറ്റിക്കൽ ഈക്വാളിറ്റിയാണ്, രാഷ്ട്രീയ സമത്വം. ഈക്വൽ റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ പൊളിറ്റിക്സ് അല്ലേ, രാഷ്ട്രീയ പങ്കാളിത്തത്തിൽ തുല്യമായിട്ടുള്ള പിന്നെന്താ അവകാശം. അപ്പോൾ രാഷ്ട്രീയത്തിൽ പുരുഷന് പങ്കെടുക്കാൻ പറ്റുന്നത് പോലെ തന്നെ സ്ത്രീകൾക്കും പങ്കെടുക്കാൻ പറ്റും. റൈറ്റ് ടു വോട്ടിനുള്ള അവകാശം. പിന്നെ 243(d) പറയുന്നത് ഫോർ ദി പൊളിറ്റിക്കൽ ആവാനുള്ള അവകാശം. പിന്നെ അതോടൊപ്പം തന്നെ റിസർവേഷൻ, പഞ്ചായത്ത് ഇലക്ഷനിലൊക്കെ റിസർവേഷൻ സ്ത്രീകൾക്ക് ഉറപ്പുവരുത്തുന്നു. അതൊക്കെ ഭരണഘടനാപരമായിട്ട് തന്നെ സ്ത്രീകളുടെ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ. ഇനി റോൾ ഓഫ് വുമൺ ഇൻ ഇലക്ട്രോറൽ പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ അല്ലെ, ഇലക്ട്രോറൽ പൊളിറ്റിക്സിൽ പിന്നെ ഇന്ത്യയിൽ ഇലക്ട്രോറൽ പൊളിറ്റിക്സിൽ സ്ത്രീകളുടെ പങ്കാളിത്തം. അതിൽ പ്രിയാമ്പിളിൽ പറയുന്നത്, അത് ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖത്ത് പിന്നെ പറയുന്നത് നമ്മൾ കേട്ടതുപോലെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ഇന്ത്യക്കാരനാണ്. അപ്പോൾ ആ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യയിൽ പുരുഷന്മാർ മാത്രമല്ല, മെൻ ആൻഡ് വുമൺ രണ്ടാളതിൽ പെട്ടു. പിന്നെ ഈക്വാലിറ്റി പറയണ്ടേ അല്ലേ, ഈക്വാലിറ്റി എന്ന സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി അല്ലേ, പദവിയിലും അവസരത്തിലൊക്കെ തുല്യത വേണം. വുമൺ എക്സ്ക്ലൂഡഡ് ഫ്രം ഡിസിഷൻ മേക്കിംഗ് അല്ലേ, ഇന്ത്യയിൽ തീരുമാനങ്ങൾ എടുക്കുന്ന വിഷയത്തിലൊക്കെ സ്ത്രീകളൊക്കെ പലപ്പോഴും എന്താണ് പിന്തള്ളപ്പെടുന്നുണ്ട്. അവരെന്താണ് ഹൗസ് ഹോൾഡ്, കേവലം വീടുമായി ബന്ധപ്പെട്ട് മാത്രം ഒരുങ്ങുന്നു എന്നാണ് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ട്രൈസ് ടു റിമൂവ് ജെൻഡർ ഡിസ്പാരിറ്റി ബൈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലേ, ഫണ്ടമെൻ്റൽ അതായത് മൗലിക അവകാശങ്ങളിലൂടെ ഈ ആണിൻ്റെയും പെണ്ണിൻ്റെയും ഇടയിലുള്ള പിന്നെ തുല്യതയെ അല്ലെങ്കിൽ തുല്യത ഇല്ലായ്മയെ അതിനെ റിമൂവ് ചെയ്യാൻ, ഇല്ലായ്മ ചെയ്യാൻ കോൺസ്റ്റിറ്റ്യൂഷൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് എത്ര വരുന്നത് 2006 അതിൽ ഇന്ത്യയുടെ സ്ഥാനം 87ആണ്. 144 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനത്താണ് 87. ബൈ ദിസ് വേൾഡ് എക്കണോമിക് ഫോറം മെഷർ വുമൺ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ, ഇതൊക്കെയാണ് അവർ നോക്കുന്നത് അല്ലേ. എന്താണ് അവരൊക്കെ എന്തൊക്കെയാണ് മെഷർ ചെയ്യുന്നത്, വേൾഡ് എക്കണോമിക് ഫോറം എന്തൊക്കെയാണ് മെഷർ ചെയ്യുന്നത്, പിന്നെ അവരുടെ സാമ്പത്തിക പങ്കാളിത്തം, അവരുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, രാഷ്ട്രീയ പ്രാതിനിധ്യം, പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ, ഈ സാധനങ്ങളൊക്കെയാണ് അവരെന്ത് ചെയ്യണത് നോക്കിയിട്ടാണ് ഇന്ത്യക്ക് 87 സ്ഥാനം നൽകിയത്. ഓക്കെ. ഇനി സ്റ്റാറ്റസ് ഓഫ് വുമൺ ഇൻ IP ഇന്ത്യൻ പൊളിറ്റിക്സ് കേട്ടോ. സ്റ്റാറ്റസ് ഓഫ് വുമൺ ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് കേട്ടോ. വോട്ടിംഗ് പെർസെൻറ്റേജ് എന്താണ്, അപ്പോൾ ഇന്ത്യൻ പൊളിറ്റിക്കൽ സ്ത്രീകളുടെ ഒരു പദവി, ഒരു സ്റ്റാറ്റസ് ആണ് പറയുന്നത്. വോട്ടിംഗ് പെർസെൻറ്റ് അത് അസംബ്ലി ഇലക്ഷനിലൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സ്ത്രീകളുടെ രാഷ്ട്രീയത്തിലെ കാൻഡിഡേറ്റ് ആയിട്ടുള്ള അല്ലേ, അവരെ പിന്നെ സ്ഥാനാർത്ഥികളാക്കി നിർത്തുന്നതോ അവരുടെ വിക്ടറി, അവരുടെ വിജയ സാധ്യത ഒക്കെ വളരെ കുറവാണ്. ഇറോൻ, ഷർമില, പിന്നെ നജ്മ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സ്കൂൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഭയങ്കരമായിട്ടുണ്ടായിരുന്ന മണിപ്പൂരത്തെ 2 ആളുകളാണ്, സമര നായകന്മാരാണ്. അവർക്ക് ഫണ്ടില്ലാത്തതിൻ്റെ പേരിൽ എലക്ഷൻ ക്യാമ്പയിന് ബൈസിക്കിളാണ് നടത്തിയത്, സൈക്കിൾ മേലെ.
വിന്നബിൾ വുമൺ ഫോർ പൊളിറ്റിക്കൽ ഫാമിലി അല്ലേ. ഇനി ജയിക്കുന്ന സ്ത്രീകൾ ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും കരുണാകരൻ്റെ മോളോ, കരുണാകരൻ്റെ മോള് ജയിച്ചിട്ടില്ലല്ലേ. അങ്ങനെ അതായത് പൊളിറ്റിക്കൽ ഫാമിലിയിൽ നിന്ന് വന്നവർക്ക് മാത്രമേ വിജയിക്കാൻ സാധിക്കുന്നുള്ളൂ സ്ത്രീകൾ. അപ്പോൾ സാധാരണക്കാരിയായി വളർന്നു വന്ന ഒരു സ്ത്രീക്കും പിന്നെ വിജയിക്കാനുള്ള ഒരു സാമൂഹിക അന്തരീക്ഷം സ്ത്രീക്ക് അനുകൂലമായതല്ല ഇന്ത്യയിൽ. ഓക്കെ, ഇന്ത്യയിൽ 103 പിന്നെ അംഗങ്ങളുണ്ട് ടോട്ടൽ പാർലമെൻറ്റ്, അതായത് രാജ്യസഭയും ലോകസഭയും രണ്ടും കൂടി കൂട്ടുമ്പോൾ 103 ആളുകളുണ്ട്. രാജ്യസഭയിൽ 543 സീറ്റിൽ 65 MP-മാരുണ്ട്. ശൈല ടീച്ചർ പൊട്ടിയതല്ലേ, സോറി. പിന്നെ രാജ്യസഭയിൽ, ലോക്സഭയിൽ അടവാണ് 543 സീറ്റിൽ 65. പിന്നെ രാജ്യസഭയിൽ 243-ൽ 31 സ്ത്രീകളാണുള്ളത്. ഓക്കെ, അതാണ് ഇന്ത്യയുടെ ഒരു സ്റ്റാറ്റസ് മൊത്തത്തിൽ പറയാനുള്ളത്. ഇനി വൈ നീഡ് വുമൺ പാർട്ടിസിപ്പേഷൻ ഇൻ പൊളിറ്റിക്സ്. എന്തിനാ ഇപ്പോൾ ഈ പെണ്ണുങ്ങളൊക്കെ പിന്നെ എന്തിൽ വുമൺ പാർട്ടിസിപ്പേഷൻ എന്തിനാണ് പൊളിറ്റിക്സിൽ, സ്ത്രീ പങ്കാളിത്തം എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്നാമത് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ പിന്നെ ഈക്വാളിറ്റി ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ പുരുഷന്മാർക്ക് മാത്രം കയറി നിരങ്ങാനുള്ള സ്ഥലമല്ല പൊളിറ്റിക്സ്, അത് തുല്യമായിട്ട് സ്ത്രീകൾക്കും ആവശ്യമുണ്ട്. രണ്ട്, ഇന്ത്യ ഈസ് ക്രൂഷ്യൽ ഫോർ പോളിസി അല്ലേ. പ്രത്യേകിച്ച് ഇന്ത്യയിലൊക്കെ പോളിസി മേക്കിങ്ങിൽ സ്ത്രീകൾ വേണം. കാരണം എന്താണ്, ഹാഫ് ഓഫ് പോപ്പുലേഷനാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ. അതായത് ജനങ്ങളുടെ പകുതി 50% സ്ത്രീജനം, അവരെ മാറ്റി നിർത്തുകയാണെങ്കിൽ പോളിസി മേക്കിങ്ങിൽ മിസ്റ്റേക്ക് വരും. മനുഷ്യനിർമ്മിതമായതുകൊണ്ടുള്ള പ്രശ്നമാണ്. കുഡ് ആക്ട് മോഡൽ വുമൺ ചേഞ്ച് ബിഹേവിയർ ടുവാർഡ്സ് വുമൺ അല്ലേ. അപ്പോൾ പിന്നെ പുരുഷന്മാർക്ക് സ്ത്രീകൾക്കെതിരെയുള്ള അവരുടെ പിന്നെ ബിഹേവിയർ അത് ചേഞ്ച് ചെയ്യുക, മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്ത്രീകൾ അധസ്ഥിതർ, മാറ്റി നിർത്തപ്പെട്ട അഭിപ്രായം കേൾക്കേണ്ട ആവശ്യമില്ല എന്നതൊക്കെ മാറ്റിയിട്ട് അവരെ കേൾക്കേണ്ടവരാണ്, അവരെ മുഖ്യധാരയിൽ കൊണ്ടുവരേണ്ടവരാണ്, അവർക്ക് എന്തുണ്ട് റോളുണ്ട്, ഇതൊക്കെ വരുത്തണം. പിന്നെ ഫോക്കസ്ഡ് പോളിസി റിലേറ്റഡ് വുമൺ അല്ലേ. വുമണുമായി ബന്ധപ്പെട്ട പോളിസികൾ ഉണ്ടാവുമല്ലോ, സ്ത്രീകളുമായി ബന്ധപ്പെട്ട പോളിസികൾ സ്ത്രീകൾക്ക് പങ്കാളിത്തം വേണം. അതിന് വേണ്ടിയിട്ടാണ്. അതായത് എഡ്യൂക്കേഷൻ, ചൈൽഡ് മാരേജ്, വയലൻസ്, ഡൊമസ്റ്റിക് വയലൻസ് ആണ് പറയുന്നത് അല്ലേ. ഡൊമസ്റ്റിക് ഗാർഹിക പീഡനങ്ങളൊക്കെ ഉണ്ടാവും. ആ പീഡനങ്ങളിലൊക്കെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യമാകുമ്പോൾ അത്തരം കാര്യങ്ങളിൽ പോളിസി മേക്ക് ചെയ്യുന്നതിൽ അവർക്ക് പങ്കാളിത്തം വേണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് പൊളിറ്റിക്സിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വേണമെന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതോടൊപ്പം തന്നെ പിന്നെ സേഫായിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള ഒരു നാഷൻ ബിൽഡ് ചെയ്യാൻ, ഒരു രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഇത് ആവശ്യമാണ്. പിന്നെ അതിൽ വളരെ പ്രധാനപ്പെട്ട സ്ത്രീകൾ പൊതുവെ വീണൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അതൊക്കെ എക്സെപ്ഷണൽ കേസാണ്. സ്ത്രീകൾ പൊതുവെ വിടറാൻ്റെ മോളുണ്ടല്ലോ, പൊതുവെ ലെസ് കറപ്ഷനാണ്. അവർക്ക് പൊക്കാനൊന്നും വല്ലാതെ അറിയില്ല. ഏതായാലും സത്യസന്ധമായിട്ട് എഴുതുന്നുണ്ട്, ലെസ് കറപ്ഷൻ എന്നാണ് എഴുതിയത് അല്ലേ. കുറവാണ് എന്ത് കറപ്ഷൻ, അഴിമതി. മാത്രമല്ല അവർക്ക് എഫിഷ്യൻസി കൂടുതലുണ്ടെന്നാണ് പറഞ്ഞത്. ഉണ്ടാവട്ടെ അല്ലേ. പിന്നെ പോസിറ്റീവ് എഫക്റ്റ് ഓഫ് റിസർവേഷൻ ഓൺ പഞ്ചായത്ത് ഓൺ വുമൺ എംപവർമെൻറ്റ് അല്ലേ. ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനിലും മറ്റൊക്കെ സ്ത്രീകളുടെ 50% പങ്കാളിത്തം ഉണ്ടല്ലോ. ആ പങ്കാളിത്തം ഉള്ളത് കൊണ്ട് അത് പൊതുവേ പോസിറ്റീവായിട്ടുള്ള എന്താ ഉള്ളത്, റിസൾട്ടാണുള്ളത്. സ്ത്രീകൾ പൊതുവേ ഉഷാറാണ്, ഇതിനൊക്കെ പറ്റുന്ന ആൾക്കാർ എന്ന റിസൾട്ടാണുള്ളത്. സ്വാഭാവികമായിട്ടും അവരുടേത് കേവലം പഞ്ചായത്തിൽ മാത്രം ഒതുക്കാതെ നമുക്ക് പാർലമെൻറ്റിൽ വേണം, നിയമസഭയിൽ വേണം, ഒക്കെ വേണമെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ വില്ലേജ് ഓഫ് രാജസ്ഥാൻ എന്നത് ഫോക്കസ് ഓൺ ചൈൽഡ് എഡ്യൂക്കേഷൻ ആൻഡ് പിന്നെ ഇൻ ദി ആബ്സെൻസ് ഓഫ് ജെൻഡർ ഈക്വാലിറ്റി ഹ്യൂമൻ റൈറ്റ് ഈസ് അപ്പോൾ രാജസ്ഥാനിലും ഒക്കെ ചൈൽഡ് എഡ്യൂക്കേഷനിലും പിന്നെ ലൈഫ് പിന്നെ ലിറ്ററസി നിരക്ഷരതയിലൊക്കെ അവരെന്താണ് ഫോക്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ജെൻഡർ ഈക്വാളിറ്റി ഇല്ലെങ്കിൽ, സ്ത്രീ പുരുഷ സമത്വം ഇല്ലെങ്കിൽ എന്താണ് മാനസിക അവകാശങ്ങളൊക്കെ പലപ്പോഴും നമുക്ക് നേടിയെടുക്കാൻ കഴിയില്ല എന്നൊക്കെയാണ്. ഇതിൽ ഇത്രയാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ്. ബാക്കി അസ്സലാമു അലൈക്കും.